ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്കിവിടെ ആദ്യം ബോർഡിംഗ് റേറ്റും കാറ്റഗറി HSനും ഈ വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇതിപ്പം ജൂവലറിയുടെ ഡാഷ്ബോർഡാണ്. നമുക്ക് പർച്ചേസ് ഞെക്കി കഴിയുമ്പം അവിടുത്തെ ന്യൂ പർച്ചേസ് സെലക്ട് ചെയ്യുമ്പം ബോർഡിംഗ് റേറ്റ് ചോദിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് പേജിൽ പോയി കഴിയുമ്പം ബോർഡിംഗ് റേറ്റ് ചോദിക്കും. കാരണം നമ്മൾ ഇതുവരെയും ബോർഡിംഗ് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ബോർഡിംഗ് റേറ്റിന് സെപ്പറേറ്റ് ഒരു പേജ് ഉണ്ട്, അവിടെ പോയി നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവിടെ തങ്കത്തിൻ്റെ വില ഞാൻ അവിടെ കൊടുക്കുകയാണ്. 5000, ഗോൾഡ് 4000, സിൽവർ 500, പ്ലാറ്റിനം 2000, $1,20,000. ബോർഡിംഗ് റേറ്റ് എല്ലാത്തിനും കൊടുത്ത് സേവ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലത്തെ ഫീൽഡുകളെല്ലാം ഫില്ലായിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ബോർഡിംഗ് റേറ്റ്. നമുക്ക് ബോർഡിംഗ് റേറ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് സപ്ലയറിൻ്റെ കാറ്റഗറിയാണ് ചെയ്യുന്നത്. കാറ്റഗറിക്കകത്ത് മെനു ബാറിലൊരു കാറ്റഗറി ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പേജിലോട്ട് പോകും. ഓൾറെഡി ഒരു കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡിലീറ്റ് ചെയ്യാൻ പർച്ചേസോ സെയിൽസിൻ്റെ കേസിലോട്ട് പോയാൽ ആ കാറ്റഗറി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയൊരു കാറ്റഗറി ഗോൾഡ് 1 എന്ന് പറഞ്ഞ കാറ്റഗറി കൊടുക്കും. ഡിസ്ക്രിപ്ഷൻ ജുവലറി ഗോൾഡ് 1, കോഡ് GLD, സേവ് ചെയ്തു. കാറ്റഗറി കോഡ് ലോഡ് ചെയ്ത് തീർക്കണം. അപ്പം ഇതെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടാക്കിയ കാറ്റഗറിയുടെ കോഡ് സെയിം ആയിരുന്നു. നമുക്ക് കാറ്റഗറി കോഡ് ഒന്ന് മാറ്റി കൊടുക്കാം. GOL നമുക്ക് പുതിയൊരു കാറ്റഗറി, അതിൻ്റെ കാറ്റഗറി കോഡും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. നമുക്ക് ഈ കാറ്റഗറിക്കകത്തായിരിക്കും ഐറ്റവും ഡിസൈനും ആഡ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഞെക്കുക. അപ്പോൾ ഐറ്റത്തിൻ്റെ ഓപ്ഷൻ വരും. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ വരും. പ്ലസ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഐറ്റം ആഡ് ചെയ്യാനുള്ള പോപ്പപ്പ് വിൻഡോ വരും. അപ്പം നെയിം കൊടുക്കുന്നു. നെയിം നമ്മൾ ഗോൾഡ് റിംഗ്, ഗോൾഡ് റിംഗ് 1, RNG1. നമ്മളൊരു ഐറ്റം ആഡ് ചെയ്തു, ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ഐറ്റം ആഡ് ചെയ്ത് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ഐറ്റം നമുക്ക് ആഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ഐറ്റംസ് ആഡ് ചെയ്യാം. ബാംഗിൾ 1, ഗോൾഡ് ബാംഗിൾ 1. നമ്മളിപ്പോൾ ഇവിടെ 2 ഐറ്റം ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ഐറ്റത്തിൻ്റെ കീഴിൽ ഓരോ ഡിസൈനും ആഡ് ചെയ്ത് വെക്കുന്നു. അപ്പം ബാംഗിളിൻ്റെ കീഴിൽ ഡിസൈൻ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഞെക്കുക. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കുക. ശേഷം ഒരു പോപ്പപ്പ് വിൻഡോ തെളിഞ്ഞു വരും. ആ പോപ്പപ്പ് വിൻഡോയ്ക്കകത്ത് നമുക്ക് നെയിം കൊടുക്കാം. അപ്പം ബാംഗിളാണ് സെലക്ട് ചെയ്തത്. അപ്പം ബാംഗിളിൻ്റെ അവിടെ ബാംഗിൾ, ഡിസ്ക്രിപ്ഷൻ, ബാംഗിൾ. ഇനി ഡിസൈൻ ഒരു കോഡ് HSN കോഡ്, ഓൾറെഡി HSN കോഡ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. HSN കോഡ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നേരത്തെ ആഡ് ചെയ്ത HSN കോഡ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ടൈപ്പ് സ്പ്ലിറ്റ് ആയിട്ടെടുക്കാം, കൗണ്ടായിട്ട് എടുക്കാം. അപ്പം കൗണ്ട് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. നമുക്ക് കാണാൻ സാധിക്കും ആദ്യം ആഡ് ചെയ്ത കാറ്റഗറി ഗോൾഡ് 1ൻ്റെ അകത്ത്, ബാംഗിൾ 1ൻ്റെ അകത്ത്, ഐറ്റത്തിൻ്റെ അകത്ത് ആഡ് ചെയ്ത ഡിസൈന്. നമുക്ക് ഈ ഐറ്റത്തിൻ്റെ അകത്ത് വീണ്ടും ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിസൈൻ ആഡ് ചെയ്യാവുന്നതാണ്. ബാംഗിളിന് വേറെ ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യണം. കൗണ്ട് ഞാനിതിന് സ്പ്ലിറ്റ് കൊടുക്കുകയാണ്, സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ്
ഓരോ കാറ്റഗറിയുടെ കീഴിൽ ഓരോ ഐറ്റത്തിൻ്റെ കീഴിൽ ഓരോ ഡിസൈനും ആഡ് ചെയ്യുന്നത്. റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഡിസൈനൊന്നും ആഡ് ചെയ്തിട്ടില്ല, പുതിയതായിട്ടൊരു ഡിസൈൻ ആഡ് ചെയ്യുന്നു. എക്സ് റിംഗ് സ്പ്ലിറ്റ് മാറ്റി ഞാൻ കൗണ്ട് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റിങ്ങിൻ്റെ കീഴിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി HSN കോഡ് ആഡ് ചെയ്യുന്നത്. HSN കോഡ് ആഡ് ചെയ്യെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആഡ് HSN എന്ന് പറഞ്ഞത്. അത് ഞെക്കി കഴിയുമ്പം HSN കോഡ് ആഡ് ചെയ്യാനുള്ള വിൻഡോ പോപ്പുലേറ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ HSN ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. HSN ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ച HSN ലിസ്റ്റുകൾ വ്യൂ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അവിടെ തന്നെ ആഡ് ന്യൂ HSN എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നമുക്ക് HSN കോഡ് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു HSN കോഡ് ആഡ് ചെയ്യുകയാണ്. 7001234 HSN to സ്ലാബ് പെർസെൻറ്റേജ് നമുക്ക് എത്രയാണ് കൊടുക്കാം. ഞാൻ ഇപ്പം 3% കൊടുക്കുകയാണ്. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പുതിയതായിട്ട് ആഡ് ചെയ്ത HSN കോഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബൈക്ക് അടിക്കുക. ബൈക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ഡിസൈനും കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. റിങ്ങിൻ്റെ കേസിൽ റിങ്ങിൻ്റെ കീഴിൽ പുതിയൊരു ഡിസൈൻ ആഡ് ചെയ്യാം. നെയിം വയറിംഗ് ഷേപ്പ് HSN കോഡ് ഇപ്പം നേരത്തെ ഒന്നേ ഉള്ളായിരുന്നു, ഡ്രോപ്പ് ഡൗൺ ഞെക്കി കഴിയുമ്പോൾ 2 വന്നു. അപ്പം ഞാൻ 2 എടുത്തു. രണ്ടാമത്തെ എടുത്ത് അതിൻ്റെ 3% അത് സെയിൽസിൻ്റെ കേസിലും പർച്ചേസിൻ്റെ കേസിലും ഒക്കെ റിഫ്ലക്റ്റ് ആയി വരും. അത് സ്പ്ലിറ്റ് ആയിട്ടിടുന്നു. ഓക്കെ, സേവ് ചെയ്തു. നമുക്ക് കാണാൻ സാധിക്കും കാറ്റഗറിയുടെ കീഴിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ട്. ഓരോ ഐറ്റത്തിൻ്റെ കീഴിൽ മൾട്ടിപ്പിൾ ഡിസൈൻസും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്.